കോട്ടയത്തെ നടിക്ക് തിരുവാതിക്കലിൽ ദമ്പതികളുടെ കൊലപാതകം. ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം നടത്തിയ വിജയകുമാറിനെയും ഭാര്യ മീരയുമാണ് കൊലപ്പെടുത്തിയത്. അത്യന്തം ഇപ്പോൾ കൗൺസിലർ സന്തോഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സന്തോഷ്, താങ്കൾക്ക് എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? നമ്മൾ ഈ മരണവിവരം അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. പോലീസ് പാർട്ടി ഇവിടെ ഉണ്ട്. അതിനകത്ത് രണ്ടുപേരുടെയും ബോഡി രണ്ട് സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. മീരയുടേത് മുറിക്കകത്തും ഇവിടുത്തെ ഗൃഹനാഥൻ്റെത് ഹോളിലുമാണ് കിടക്കുന്നത്. രണ്ടുപേരുടെയും തലയിലാണ് ഭയങ്കരമായ രീതിയിൽ തലയടിച്ച് പൊളിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു വികൃതമാക്കുന്ന തരത്തിലേക്കാണ്. അവിടെ ഒരു കോടാലി ഇരിപ്പുമുണ്ട്. പക്ഷേ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ശരീരത്തിൽ കിടക്കുന്ന ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു മോഷണമാകണമെന്ന് തോന്നുന്നില്ല. മറ്റു തരത്തിലെന്തോ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറിയതായിട്ടാണ് ഇതിന്റെ പ്രാഥമികമായ ഇതിന്റെ പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സന്തോഷ്, താങ്കൾ ഈ വിജയകുമാറിന്റെ വീട് നിൽക്കുന്ന പ്രദേശത്തെ കൗൺസിലറാണോ? ഞാൻ ഇതിനെ തൊട്ടടുത്തുള്ള 26-ാം വാർഡിൽ, ഇവിടെ 24-ാം വാർഡാണ്. ഇത് എന്ന് പറഞ്ഞ നമ്മൾ ഈ മരണവിവരം അറിഞ്ഞതാണ് ഈ കൊല. ഇത് ഇത്ര വലിയൊരു കൊലപാതകം നടന്നതുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്നതാണ്. ഓക്കെ, അല്ല ഇതിന് മുൻപ് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു ബംഗാൾ സ്വദേശി അമിത് എന്ന് പറയുന്ന ഒരാളിനെ സംശയിക്കുന്നതായി ചിലർ പറഞ്ഞു. അതായത് ഈ വിജയകുമാറിന്റെ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ട അയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. അയാൾക്ക് ഈ വീടുമായിട്ട് വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ആള് കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയതായിട്ടും പറയുന്നത്. അപ്പം അത് പോലീസ് അത് അന്വേഷിക്കുമായിരിക്കാം. നമുക്കിപ്പോൾ ആരാണ് കൊലപാതകം നടത്തിയെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഒരു വൈരാഗ്യത്തോടു കൂടി ഉള്ള ഒരു കൊലപാതകം ഒരു ഇത് നടത്തിയതായിട്ടാണ് തോന്നുന്നത്. ആ തരത്തിലാണ് അവരുടെ ബോഡി രണ്ടുപേരുടെയും രണ്ടിടത്തും അവരുടെ തലയിൽ മാരകമായ രീതിയിലേക്ക് ഒരു അക്രമ വാസനയിലൂടെ ഉള്ള ഒരു തരത്തിലേക്കുള്ള ആക്രമണം നടത്തുകയാണ് കൊലപാതകം നടന്നെന്നാണ് ഇപ്പം പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് മറ്റു പ്രശ്നങ്ങളില്ല. ഈ പറയുന്ന രീതിയിലാണെങ്കിൽ മോഷ്ടിക്കാൻ വരുന്നവരാണെങ്കിൽ അവിടെ സ്വർണം കവരേണ്ടതാണ്. അപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആസൂത്രിതമായി മറ്റെന്തോ വൈരാഗ്യമാണ്. അതെ, അതായത് ഈ വാതിക്കൽ ഒരു അമ്മിക്കല്ലിന്റെ ഒരു പിള്ള കിടപ്പുണ്ട്. അത് വെച്ച് കഥകിട്ട് ഇടിക്കുകയോ എല്ലാം ചെയ്ത് കാണും. ആ ഇടിച്ച സമയത്ത് ഗൃഹനാഥൻ വന്ന് തുറക്കാൻ വന്നിട്ടുണ്ട്. തുറന്ന സമയത്ത് ആ ഗൃഹനാഥനെ ആ തരത്തിലേക്ക് ആക്രമിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് ഗൃഹനാഥൻ ആ ഹോളിൽ തന്നെ മരിച്ചു കിടക്കുന്നത്. ഈ വിജയകുമാറിന്റെ മകൻ നേരത്തെ മരിച്ചതായി പറയുന്നത് അതിനകത്തും അവരുടെ ബന്ധുക്കൾക്ക് ചില സംശയങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് അതിന്റെ വിശദമായ വിവരങ്ങൾ അറിയില്ല. ഇപ്പോഴും അവരുടെ ബന്ധുക്കൾ പറയുന്നത് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് പരാതിയുമായി ഈ ഗൃഹനാഥൻ പല രംഗത്തും പലതരത്തിലേക്കും അതോടെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ആളുകൾ തന്നെയാകാം എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെയും ഉണ്ട് ഒരു സംശയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം വെളിയിലിറങ്ങിയ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആ യുവാവിനെയും സംശയത്തിന്റെ സാഹചര്യം പറയുന്നുണ്ട്. അവിടെ CCTV ഒക്കെ ഉള്ള പ്രദേശമാണ്. വീട്ടിലൊക്കെ വലിയ വീടാകുമ്പോൾ കാണുമല്ലോ. അതെ അതെ അതെ. വീടിനുള്ളിൽ തന്നെയുണ്ട്. ഇവിടെ ഈ ഗേറ്റ് പോലും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഗേറ്റ് ആണ്. ഇപ്പോൾ പോലീസ് അതൊക്കെ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ അതെ. ഇപ്പം പോലീസിന്റെ എല്ലാ ടീമും വന്നിട്ട് ഫോറൻസിക്കുകാർ എത്തിയിട്ടുണ്ട്. ഇനി ഡോഗ് സ്ക്വാഡ് കൂടി ഇപ്പോൾ വരും. അപ്പോൾ അവര് ഇവിടെ ആ അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കാതിരിക്കാനായിട്ടുള്ള റിബണെല്ലാം വലിച്ചു കെട്ടിയിട്ടുണ്ട്. പോലീസ് ഒരു തുമ്പ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിലേക്കുള്ള ഒരു പരിശോധന നടത്താൻ തുടങ്ങുന്നത്. സന്തോഷ്, ഇവരുടെ ബന്ധുക്കളൊക്കെ അടുത്ത് ആരെങ്കിലും ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്. അവരുടെ ആളുകളുണ്ട്. അവരൊക്കെ ഈ വീടുമായിട്ട് വന്നു പോകുന്നവരാണോ? അതെ അതെ, അടുത്ത് താമസിക്കുന്നവരൊക്കെയാണ്. ഇതിന്റെ ഒരു 50 മീറ്റർ മാറിയൊക്കെയാണ് അവരൊക്കെ താമസിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ സന്തോഷ്. അതായത് തൊട്ട് സമീപത്തെ വാർഡിലെ കൗൺസിലറാണ് ശ്രീ സന്തോഷ്. സന്തോഷിന് ലഭ്യമായ വിവരങ്ങളാണ് പങ്കുവെച്ചത്. ഇപ്പോൾ വലിയ ദുരൂഹത നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സാധാരണഗതിയിൽ ഒരു മോഷണം ആയിരുന്നു എങ്കിൽ ഈ പറഞ്ഞ സംശയങ്ങൾ, കാരണം ശരീരത്തിലുള്ള സ്വർണ്ണങ്ങൾ പോയിട്ടില്ല, മറ്റ് വീട്ടിൽ നിന്ന് മറ്റ് മോഷണം നടന്നതായിട്ട് ഒന്നുമില്ല. മോഷണ ശ്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ വീടിനകത്ത് കയറി കണ്ട നേരത്തെ നമ്മളോട് സംസാരിച്ച ടിറ്റോ ആണെങ്കിലും പറഞ്ഞത് മോഷണ ശ്രമം നടന്നതായിട്ട്
പറഞ്ഞതായിട്ട് കാണാനില്ല. അതുപോലെ തന്നെ പോലീസും അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള പക തീർക്കുന്ന രീതിയിലാണ് ഈ കൊലപാതകം നടന്നതും ആ രണ്ട് വ്യക്തികളെയും അവരുടെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ പരിക്കേൽപ്പിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു വലിയ പക തീർത്തു എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടി ചെയ്തു, ആര് ചെയ്തു എന്നുള്ളതാണ് കൃത്യമായി അറിയാനുള്ളത്.